രാഹുൽ വിദ്യ വാ 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 നീ ഉറങ്ങാന്ന് വിചാരിച്ച് ഡിസ്റ്റർബ് ചെയ്തില്ല വാ ജോയിൻ മീ. നീ എന്തായി കാണിക്കുന്നു രാഹുൽ? നമ്മുടെ റൊമാൻസ് കണ്ടോണ്ടിരിക്കുക. ബെഡ്റൂമിൽ നമുക്കിടയിൽ നടന്ന ഇന്റിമേറ്റ് മൊമെന്റ്സ് നീ ഇങ്ങനെ വീഡിയോ എടുത്ത് വെക്കോ? ആർ യു മാഡ്? ഓഫ് കോഴ്സ് ഐ ആം മാഡ്. നീ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താ. ഇതിൽ തെറ്റെന്താ വിദ്യ? നമ്മൾ എൻഗേജ്മെന്റ് വീഡിയോ എടുത്തു, മാരേജ് വീഡിയോ എടുത്തു, എന്നിരുന്നാൽ ദേ ആർ ഓൾ സ്വീറ്റ് മെമ്മറീസ് റൈറ്റ്? ഫസ്റ്റ് നൈറ്റ് മറ്റെല്ലാത്തിനേക്കാളും സ്വീറ്റ് മെമ്മറിയാ. അത് വീഡിയോ എടുത്തതിൽ തെറ്റെന്താ? അതൊക്കെ മറ്റുള്ളവർ കാണും, ഇതും മറ്റുള്ളവരെ കാണിക്കാൻ പോകണം. നോ നോ നോ, ഇതെനിക്ക് മാത്രമാണ്. ഐ മീൻ നമുക്ക് രണ്ടുപേർക്ക് മാത്രം. ഓബ്വിയസ്ലി ഈ അത്ഭുതകരമായ മൂമെന്റ് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. എസ്പെഷ്യലി those lips, those half pet lips. എത്ര എറോട്ടിക് ആയിരിക്കുന്നു നിന്റെ എക്സ്പ്രഷൻ. ഈ സമയത്ത് നിന്റെ സൗന്ദര്യം 100 മടങ്ങ് വർദ്ധിച്ചിരിക്കുക. നിന്റെ ശരീരത്തിലെ രക്തമെല്ലാം മുഖത്ത് വന്ന് യു ലുക്ക് ലൈക്ക് എ ഏർലി മോർണിംഗ് സൺബേൺ. ജസ്റ്റ് ലുക്ക്. രാഹുൽ, ഇറ്റ്സ് സോ ഡിസ്കസ്റ്റിംഗ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വിദ്യ, ബി ഹോണസ്റ്റ്. ഇത്രയും സുന്ദരിയായിട്ട് നീ നിന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ണടയ്ക്കുമ്പോൾ കുറച്ച് നിമിഷത്തിലെല്ലാം കാണാതെ പോവും. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലോ ജീവിതകാലം മൊത്തം കാണാം. അതുമല്ല, ഞാൻ നിന്നെ വളരെ ആർട്ടിസ്റ്റിക്കലായിട്ടാണ് കാണുന്നത്. സോ ലെറ്റ്സ് ഹാവ് ഫൺ. ദിസ് ഇസ് നോട്ട് ഫൺ, ദിസ് ഇസ് പോൺ. നീ എന്നെ ഒരു ഓബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. വിദ്യ, വാട്ട്സ് റോങ് വിത്ത് യു? എന്തിനെത്ര ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ഞാനെന്താ പബ്ലിക്കായിട്ടാണ് ഇട്ടത്? ഡോണ്ട് സ്പോയിൽ മൈ മൂഡ്. ലെറ്റ്സ് ഗോ. സ്റ്റോപ്പ് ദറ്റ് നോൺസെൻസ്. ഫസ്റ്റ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ്. ആ വൃത്തികേട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. വാട്ട്? വൃത്തികേടോ? Don't you ever say that again. You're insulting my passion. Passion? What do you mean? എന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ എന്റെ വീഡിയോ എടുക്കുന്നീ? What permission? You're my property. Property-യോ? Yes, you're my property. I mean, I'm sorry, Vidya. Don't touch me. അതല്ല ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. Please. വിദ്യ, Hi Ragul. Hi. Hello. How's the ambience? I like it. Sir, order please. Yeah. One non-veg platter and one Maharaj pulav. Okay, sir. Very fast. And yours, ma'am? Yeah. ഞാൻ ഓർഡർ ചെയ്തല്ലോ. നിനക്ക് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? No, that's fine. Take that. Ganesh? Vidya, surprise! So good to see you. So good to see you. High five. ഞാനും ഉണ്ട് ഇവിടെ. സേതു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ? അവൻ ഇന്നലെ IAS ട്രെയിനിങ് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത്. നിന്റെ അഡ്രസ് എങ്ങനെ കണ്ടുപിടിക്കുന്ന ആലോചിച്ചോണ്ടിരുന്നപ്പോഴാ ലക്കി ആയിട്ട് നിന്നെ ഇവിടെ കണ്ടത്. കോളേജിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, പക്ഷേ കല്യാണത്തിന് പോലും ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തില്ല. അന്ന് നിന്റെ മെയിൻ എക്സാം ആയിരുന്നടാ. സോ വാട്ട്? എക്സാംസ് പിന്നെയും എഴുതാമല്ലോ. അതുകൊണ്ടാ വിളിക്കാഞ്ഞത്. എന്നാലേ വിദ്യ, നീ വീണ്ടും ഒരു കല്യാണം കഴിച്ചാ. മറന്നേ പോയി. രാഹുൽ, ഗണേഷ്, രാഹുൽ, my husband. Hey, it's such a pleasure meeting you. You won't believe, bro. വിദ്യയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് വലിയൊരു സെലിബ്രിറ്റി ആവുമെന്ന് കോളേജിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഒരു സെലിബ്രിറ്റി തന്നെ ദാ വിദ്യയെ കല്യാണം കഴിച്ചിരിക്കുന്നു. ഇറ്റ്സ് സിംപ്ലി ഗ്രേറ്റ്. നിങ്ങൾ ഞങ്ങളുടെ വിദ്യയുടെ ലൈഫ് പാർട്ണർ ആവുമ്പോ ഞങ്ങൾക്കും വളരെ സ്പെഷ്യലാ. യു ആർ വെരി ലക്കി.
നിങ്ങൾ രണ്ടുപേരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിദ്യയോടുള്ള അഡ്മിറേഷൻ മനസ്സിലാവുന്നുണ്ട്. ഹേ, അഡ്മിറേഷൻ അല്ല ബ്രോ, ആരാധനയാണ്. ഓ, വിദ്യ എന്ന് വെച്ചാൽ ഭംഗി, വിദ്യ എന്ന് വെച്ചാൽ വിനയം, വിദ്യ എന്ന് വെച്ചാൽ ഒരു അത്ഭുതമാണ്. വിദ്യ ഞങ്ങൾക്ക് എല്ലാം എല്ലാമാണ്. ബോസ്, ഈവൻ വിദ്യയെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ നിങ്ങക്ക് ഫുഡ് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വയറങ്ങ് നിറയും. ഓ, അപ്പൊ ചെയ്ത ഓർഡർ ക്യാൻസൽ ചെയ്തേക്കട്ടെ. ജോക്ക്, നൈസ് ജോക്ക്. നോ ഡോണ്ട് സ്റ്റോപ്പ്. പ്ലീസ്. നമ്മളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പറയണം. ഭാര്യയെ കുറിച്ച് അറിയണമെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട്സ് പറയണം. യു ആർ റിയലി ഫണ്ണി ബ്രോ. ഐ നോ. ബട്ട് ജോക്സ് അപ്പാർട്ട്, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേരെ പരിചയമുണ്ടാകും. ഇൻ ഷോർട്ട്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യയ്ക്ക് മുൻപും വിദ്യയ്ക്ക് പിന്നും. വിദ്യ പോലുള്ള ഫ്രണ്ട്സ് കാരണം നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നും. ഓ റിയലി? പക്ഷേ എനിക്കെന്താ വിദ്യ കാരണം ഇത്രയും വൃത്തികെട്ടവന്മാര് പരിചയമായത്? നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ എന്തിനാ വെറുപ്പ് തോന്നുന്നത്? രാഹുൽ, നീ എന്തൊക്കെയായി പറയുന്നേ? ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് പ്രൈവറ്റ് സ്പേസിലുള്ളപ്പോൾ അത് നശിപ്പിക്കാൻ പാടില്ലെന്നുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഇവനാണോ IAS ഓഫീസർ ആവാൻ പോകുന്നത്? I'm Just sorry, shut up. bro. What were you doing before? Just do it again. Come on, just do it again. ഇത് ഇങ്ങനെ എന്തോന്നാടാ ഇത്? ഞാനൊരുത്തിന് ഉള്ള കാര്യം പോലും രാഹുൽ. I'm looking like a fool. Just shut up. വിദ്യ പ്ലീസ്, എന്റെ തെറ്റാണ്. നിങ്ങൾ ഞാൻ കാരണം വഴക്കുണ്ടാക്കരുത്. യു ടേക്ക് കെയർ. ഐ എം സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് ബ്രോ. ഐ മീൻ സോറി സർ. വാടാ. ഗണേഷ്, ഓയ് സുന്ദരി, ഇങ്ങ് വാ. വിദ്യ എന്ന് വെച്ച വിനയം, വിദ്യ എന്ന് വെച്ച ഭംഗി, വിദ്യ എന്ന് വെച്ച അത്, വിദ്യ എന്ന് വെച്ച ഇത്. നിന്റെ ബോയ് ഫ്രണ്ട് പോലത്തെ മകൻ അല്ല, മകൻ പോലത്തെ ബോയ് ഫ്രണ്ട്. ഈ ഫോട്ടോസിൽ നിനക്ക് വളരെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ സെലക്ട് ചെയ്യുക. ഗുഡ്. എന്റെ ടേസ്റ്റിന് മാച്ച് ആവുന്നുണ്ട്. ശരി, നീ ചെല്ല്. ബൂസ്റ്റ്. ദാസ്, സർ. ഈ പെണ്ണിന്റെ പേരിൽ അഗ്രിമെന്റ് എഴുതിയിട്ട് ചെക്ക് എഴുതിക്കോ. ഓക്കെ സർ. സർ, ആ, മോക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. ഉം. ഒരു 25 ലക്ഷം രൂപ അത്യാവശ്യമുണ്ട്. നാട്ടിൽ എനിക്കൊരു വീടുണ്ട്, അത് വിൽക്കാൻ ഏർപ്പാടാക്കിയിരിക്കുക. അത് വിറ്റ് ഉടനെ ഞാൻ ആ കാശ് തിരിച്ചെന്നേക്കാം സർ. ദാസ്, സർ. നീ അപ്പോ നിന്റെ മകളായിട്ട് വന്നപ്പോൾ തന്നെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തു ഇതുപോലത്തെ ഡ്രാമ നീ പ്ലേ ചെയ്യുമെന്ന്. ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞത് ചെയ്യാം. സർ, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ സാർ ഇത് തന്നെയാണ് പറഞ്ഞത്. സർ, സത്യമായിട്ട് അത്യാവശ്യം സർ. നിന്റെ ജോലി ഇഷ്ടപ്പെടില്ല, നിന്റെ പേര് ഇഷ്ടപ്പെടാണ് ജോലിക്ക് വെച്ചത്. ദാസ് എന്ന് വെച്ചാൽ ദാസനായിരിക്കും എന്ന് വിചാരിച്ചു. നിന്റെ സാലറി എത്രയാ? 25,000 സർ. ആ, 25,000 സർ. 25,000. 25,000 ശമ്പളക്കാരന് 25 ലക്ഷത്തിന് ട്രീറ്റ്മെന്റ് വേണോ? ഓക്കെ, 25 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് വെക്കാം. സർ, ജീവനോടുണ്ടാവുന്ന ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ? റൈറ്റ് ദാസ്, എന്നെ പോലെ ഒരു കോടീശ്വരന്മാര് പോലും ഫൈനലായിട്ട് വിശ്വസിക്കേണ്ടത് ആ വിധിയാണ്. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഫിക്സ് ആയിക്കോ. ഒരുപക്ഷെ നാളെ നിന്റെ മോള് ചിലപ്പോ മരിച്ചു പോയാലോ. സോ ബെറ്റർ ഡു യുവർ വർക്ക്. സർ. സർ, ഞാൻ കാശ് തരില്ലെന്ന് നീ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണോ വന്നത്? സർ. ഇതിൽ നിനക്ക് എത്ര കമ്മീഷൻ? 50 ലാക്സോ 17 ലാക്സോ? 10 lakhs ചെക്കിന് 50 lakhs കമ്മീഷൻ എങ്ങനെയാ സർ? ഓ സോറി ദാസ്, ഇത് നിനക്ക് 10 ലാക്സ് ആണോ? സോറി സർ, 1 crore സർ. പക്ഷെ ഞാൻ വേർഡ്സിൽ 10 lakhs എന്ന് എഴുതിയിരിക്കുന്നേ. എന്തോ ടെൻഷൻ. ഞാനിപ്പോൾ തന്നെ കറക്റ്റ് ചെയ്തു തരാം സർ. സർ പ്ലീസ്. നിന്റെ മോളുടെ പേരെന്താ? വൈഷ്ണവി. വൈഷ്ണവി. വൈഷ്ണവി,
ഇങ്ങ വാ. വൈഷ്ണവി, നിനക്ക് 10 lakhsന് എത്ര സീറോ ഉണ്ടെന്ന് അറിയാമോ? 1 2 3 4 5 6 6 അങ്കിൾ. വെരി ഗുഡ്. നീ 10 lakhsൽ എക്സ്ട്രാ സീറോ ഇടുവാണെങ്കിൽ നിന്റെ ടീച്ചർ നിന്നെ അടിക്കോ ഇല്ലയോ? അടിക്കൂ അങ്കിൾ. നിന്റെ ഡാഡി എക്സ്ട്രാ ഒരു സീറോ ഇട്ടു, ഞാൻ അടിക്കണോ വേണ്ടേ? അടിക്കണോ വേണ്ടേ? സർ, മോളുടെ മുന്നിൽ വെച്ച് വേണ്ട സാർ, പ്ലീസ് സാർ. മേഡം, മേഡെങ്കിലും ഒന്ന് പറയേ. അടിക്കണോ വേണ്ടേ? ദാസേ, നിങ്ങൾ മോളെ വിളിച്ചോണ്ട് പോയിക്കോ. ചെല്ലേ. രാഹുൽ, നീ എന്ത് ക്രൂരതയായി കാണിക്കുന്നേ? കൊച്ചുമ്മ എന്താ ചോദിച്ചേ? അന്ന് അനാഥാശ്രമത്തിന് 1 കോടി രൂപ നീ കൊടുത്തു. നിന്റെ കൂടെ എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്ന ആളാ ദാസ്. അയാളുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ ഒരു സഹായം പോലും നീ ചെയ്യില്ലേ? അന്ന് അനാഥാശ്രമത്തിൽ 1 കോടി രൂപ കൊടുത്തത് പിള്ളേരോടുള്ള സ്നേഹം കാരണമൊന്നുമല്ല, ആ കുട്ടികൾക്ക് വേണ്ടി ജീവൻ കളയുന്നതിനോടുള്ള പ്രേമത്തില. പ്രേമം എത്ര മധുരം, പ്രേമം എത്ര മധുരം. You're looking gorgeous. എന്താണ് സ്പെഷ്യൽ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാട്ട്? എന്താ? നീ അച്ഛനാവും പോവാ രാഹുൽ. What? Really? Wow! What a great news! ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നോ? ഇല്ല, ഈ ഹാപ്പി ന്യൂസ് ആദ്യം നിന്നോടൊപ്പം ഷെയർ ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കാണാന്ന് കരുതി. What? വാ വാ, നീ വാ, പെട്ടെന്ന് വാ, വാ വാ വാ. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടേ ഇല്ല, പക്ഷെ ഞാൻ തന്നെ ഇന്നൊരു അമ്മയാവും പോന്നു ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. I can understand, Vidya. Thank you so much, doctor. Is everything okay? Sorry, Vidya. നിനക്കുണ്ടായിരിക്കുന്നത് നോർമൽ പ്രഗ്നൻസി അല്ല, ട്യൂബൽ പ്രഗ്നൻസി. യൂഷ്വലി ഫീറ്റൽസ് യൂട്രസിലാണ് ഫോം ആവുന്നത്. ബട്ട് ചില റെയർ കേസസിൽ ഫെലപ്പൻ ട്യൂബിലും പ്രഗ്നൻസി ഉണ്ടാവാൻ ഏറെ സാധ്യതയുണ്ട്. നിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. വൺസ് ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടായാൽ ലൈഫ് റിസ്ക് ആണ്. ബെറ്റർ ടു റിമൂവ് ഇറ്റ് ഇമീഡിയറ്റ്ലി. ഈ കണ്ടീഷൻ കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് മാത്രമല്ല, നിനക്കും അത് ആപത്താണ്. ഒരു ഡോക്ടറായിട്ട് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ട് പറയുക, എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യുന്നതാണ് ബെറ്റർ. വിദ്യ കൺട്രോൾ. ഡോക്ടർ, എനിക്ക് വിദ്യയാണ് ഇമ്പോർട്ടൻറ്റ്. ഷി മസ്റ്റ് ബി സേഫ്. Please do the needful. Take rest, Vidya. ഒരുപാട് ആലോചിക്കണ്ട. ഓഫീസിൽ അല്പം ജോലിയുണ്ട്, ഞാൻ തീർത്തിട്ട് വരാം. ഓക്കെ? വേഗം വരണേ രാഹുൽ. I will. Take rest. ബ്യൂട്ടിഫുൾ മാൻ, ഗോർജിയസ്ലി ബ്യൂട്ടിഫുൾ. ഇങ്ങനത്തെ ബ്യൂട്ടിയാണ് നമുക്ക് ആവശ്യമുള്ളത് രാഹുൽ. രാഹുൽ, എനിക്ക് നിന്റെ കപ്പാസിറ്റി അറിയാം. ഈ ബ്യൂട്ടി എന്റെ കമ്പനി എൻഡോസ് ചെയ്യുകയാണെങ്കിൽ എന്റെ കമ്പനിയുടെ റേഞ്ച് വേറൊരു റേഞ്ചിലേക്ക് പോകും.
ഷീസ് ഓസം യാർ. അല്ല, ഇത്ര സുന്ദരിയായിട്ടൊരു മോഡൽ ഉണ്ടായിട്ട് നീ ആരുടെയൊക്കെ ഫോട്ടോ കാണിച്ച് ടൈം വേസ്റ്റ് ചെയ്തില്ലേ? നൈസ്, സൂപ്പർബ്. ഈ പെണ്ണിനെ വെച്ച് ബ്രാൻഡ് എൻഡോസ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ അമൗണ്ടിന്റെ ഡബിൾ ഞാൻ തരാം. അല്ല, പിള്ളേരെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. അമ്മയുടെ വീട്ടിലാക്കിയിട്ട് വന്നോ? കുട്ടികളെ നോക്കാനായിട്ട് എനിക്ക് അമ്മയില്ല. അമ്മയെന്ന് എന്നെ വിളിക്കാനായിട്ട് എനിക്ക് കുട്ടികളുമില്ല. അതെയോ? പിന്നെന്തിനാ കുട്ടികൾ വേണ്ടാന്ന് വെച്ചത്? അയ്യോ, എനിക്ക് കുട്ടികളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഫർദറായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ട്. പ്ലാൻ ചെയ്യണമെന്നോ? ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ പിന്നെ കുട്ടികൾ എങ്ങനെയുണ്ടാകും? ഗർഭപാത്രം എടുത്തു കളഞ്ഞെന്നോ? എനിക്ക് അബോർഷനല്ലേ ചെയ്തത്? അപ്പൊ നിങ്ങൾക്കറിയില്ലേ, ഗർഭപാത്രം എടുത്തു മാറ്റാൻ വേണ്ടി നിങ്ങളുടെ ഭർത്താവ് ഡിക്ലറേഷനിൽ സൈൻ ചെയ്തല്ലോ. ഓപ്പറേഷൻ ചെയ്ത് യൂട്രസ് എടുത്തു മാറ്റി. നീ ഒരു മനുഷ്യനാണോടാ ദുഷ്ട? ഞാനൊരു അമ്മയാവാതിരിക്കാനുള്ള അധികാരം നിനക്ക് ആരാണ് തന്നത്? നീ അത് അറിഞ്ഞല്ലേ? അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാതെ അനാഥയായിട്ടാ ഞാൻ വളർന്നത്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും എന്നെ അമ്മയെന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ഭാഗ്യമാണ് എനിക്കില്ലാതാക്കിയത് നീ. വിദ്യ, കൂൾ. ഇപ്പൊ നീ അമ്മയാവുമ്പോ എന്താ കിട്ടുക? ഭംഗിയുള്ള വയറില് കുറച്ച് മാർക്കല്ലാതെ മൊറോവർ പളുങ്ക് ശില്പം പോലുള്ള നിന്റെ ഫിഗർ കാറ്റുപോയ ബലൂൺ പോലെയാവും. വേൾഡിലെ ബെസ്റ്റ് പെയിന്റർ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമാണ് നിന്റേത്. ഫസ്റ്റ് ടൈം ഞാൻ ഫിക്സ് ചെയ്ത എന്റെ ഫ്രെയിമിൽ ഞാൻ കണ്ട നിന്റെ ഭംഗി ലൈഫ് ലോങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തെറ്റാണോ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അമ്മയാവുന്നതാ. കുട്ടികൾ എന്നുള്ളത് എന്റെ ഡ്രീം ആയിരുന്നു. നിന്നെ ഡ്രീം ഗേൾ ആക്കണമെന്ന് ഞാൻ വിചാരിക്കുമ്പോ നീ അമ്മയാവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. വട്ടാണോ നിനക്ക്? ഷട്ട് അപ്പ്. നിന്നെ പോലീസിലെ കംപ്ലൈന്റ് ചെയ്ത് കോടതി കയറ്റി ഞാൻ. ജീവിതകാലം മുഴുവൻ നിന്നെ ജയിലിൽ അടയ്ക്കും. നീ ജയിലടപ്പിക്കോ, മഹിളാ സമാജത്തെ കംപ്ലൈന്റ് ചെയ്യോ, കോർട്ടിൽ കൊണ്ടുപോ, ഡു വാട്ട് എവർ ഷിറ്റ് യു ക്യാൻ ഡു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് പോ. How dare you bloody rascal! എന്നെ ന്യൂഡായിട്ട് പോസ് ചെയ്യാൻ പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്നോ? ഞാൻ നിന്റെ ഭർത്താവാണ്. യു ആർ മൈ പ്രോപ്പർട്ടി. നാണമില്ലേ നിനക്ക്? സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോ എടുക്കണം നിനക്ക്? എന്നെ കുറിച്ച് ഇത്രയും അറിഞ്ഞിട്ടും ഞാൻ അതിന് സമ്മതിക്കുന്നു കരുതിയോ? യു ഇഡിയറ്റ്! നീ ചെയ്യില്ല, എനിക്കറിയാം. I have something for you. ഈ വീഡിയോ ഞാൻ ഡെലിറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഇന്റിമേറ്റ് വീഡിയോസിൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. ബട്ട് ഐ സ്വെയർ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഉപയോഗിക്കേണ്ടി വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. വാശി പിടിക്കാതെ, നാണം കെടാതെ ഫോട്ടോഷൂട്ട് ചെയ്യുക. ഐ എം ഷുവർ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ആഡ് ഇൻ മൈ ലൈഫ്. വേണമെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ട് ഞാൻ നിനക്ക് 10 കുട്ടികളെ വാങ്ങിച്ചു തരാം. ചിരിച്ച് കളിച്ചവർ വളർത്തിക്കൂ. ലുക്ക് വിദ്യ, നീ ആഡ് ചെയ്തെങ്കിൽ ഈ ഫോട്ടോഗ്രാഫറുടെ ബെസ്റ്റ് മോഡലാവും. അല്ലെങ്കിൽ ആ വീഡിയോ കാരണം നീ നാണം കിട്ടു പോവും. ആലോചിച്ച് നോക്ക്. രാത്രി മുഴുവൻ നീ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ തലവേദനയാന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാനും രാത്രി മുഴുവൻ എൻ്റെ വീട്ടിലെ ജനാലയ്ക്കരികിലിരുന്ന് നിന്നെക്കുറിച്ച് മാത്രം ഓർത്ത് നിന്റെ ഈ വീടിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു വിദ്യേ. അല്ല, പനിയൊക്കെ കുറഞ്ഞോ? ഓ, എനിക്ക് പകരുന്നുള്ള പേടിയായിരുന്നോ? മരുന്ന് വാങ്ങിച്ചോണ്ട് വരട്ടെ? എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. ഇതെന്തൊരു നാണോ വിദ്യ നിനക്ക്? ഇങ്ങോട്ട് നോക്ക്, എന്നെ യൂസ് ചെയ്തോളൂ. നിങ്ങളുടെ ഭാര്യ വിളിക്കണോ? കണ്ടില്ലേ, അവളെ എന്നെ വിളിക്കുന്നു. കട്ട് ചെയ്യണോ അതോ എടുക്കണോ? ഒന്ന് പോയി ഇവിടുന്ന്. തളരുത്, പോ. എന്താ പേടിച്ചു പോയോ? നീ കൊലപാതകം എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു? ഇങ്ങനത്തെ വൃത്തിയുടെ ചോദ്യം ഞാൻ ചോദിക്കില്ല. എനിക്ക് വേണ്ടത് കാശ. അത് എത്രയാണ്, എവിടെ കൊണ്ടുവരണമെന്ന് പറയാം. ശ്രദ്ധിച്ചു കേൾക്ക്. നാണല്ലേ നിങ്ങക്ക്? സോറി. ഫോൺ എടുക്കാത്ത എന്താ മാഡം? ഇന്നലെ രാത്രി സാറ് ഫോൺ എൻ്റെ അടുത്ത് നിന്ന് മറന്നുപോയി. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. പക്ഷെ മാഡം ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഏൽപ്പിച്ചിട്ട് പോകാൻ വന്നതാ. സാർ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റിട്ടില്ലെന്നോ?
ഞാനിത് സാറിനെ ഏൽപ്പിക്കാം, നിങ്ങൾ പോയിക്കോളൂ.